യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. പുരാതന കാലം മുതൽക്ക് തന്നെ ആളുകൾക്ക് ഏകദൈവത്തിലുള്ള വിശ്വാസവും ദൈവങ്ങളിലുള്ള വിശ്വാസവും അന്ധവിശ്വാസവും മന്ത്രവാദം, ആഭിചാരം ഇവയിലുള്ള വിശ്വാസവും ഉണ്ടായിരുന്നു. അതിന്നുമുണ്ട്. ഇവയിൽ പരസ്യമായി അംഗീകരിക്കുന്ന വിശ്വാസങ്ങളും ചിലതൊക്കെ രഹസ്യമായി ചെയ്തു വരുന്നതുമാണ്. പലപ്പോഴും തങ്ങൾ ആരെയാണ് സേവിക്കുന്നതെന്ന് അറിയാതെ തന്നെ ഫലപ്രാപ്തിക്ക് വേണ്ടി പലതും വിശ്വസിച്ച് ചെയ്യുന്നവരുമുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 19 അധ്യായം 13 മുതൽ 20 വരെ വായിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് അവിടെ കാണാം. അക്കാലത്ത് മന്ത്രവാദത്തിന് പേരുകെട്ട സ്ഥലമായിരുന്നു എഫേസോസ്. അഥേനക്കാർ ബുദ്ധിശക്തിയിൽ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ കൊരിന്തുകാർ ദുർനടപ്പാണ് ചെയ്തു വന്നത്. ഇവിടെ എഫേസസിലാകട്ടെ അവതാര ദൈവങ്ങളും മന്ത്രവാദികളും ജ്യോതിഷക്കാരും മുഹൂർത്തക്കാരും വെളിച്ചപ്പാടന്മാരും കൊണ്ട് നിറഞ്ഞിരുന്നു. അവിടെയാണ് പൗലോസും കൂട്ടരും സുവിശേഷത്തിന്റെ വിത്ത് വിതച്ചത്. പൗലോസ് ദൈവവചനം പഠിപ്പിച്ചു. അനേക വീര്യപ്രവർത്തികൾ, അസാധാരണ വീര്യപ്രവർത്തികൾ തന്നിലൂടെ ദൈവം ചെയ്തു. പൗലോസ് ഇട്ടിരുന്ന റുമാലിലും ഉത്തരീയത്തിലും പോലും അത്ഭുതങ്ങൾ ഉണ്ടായി. രോഗിയുടെ മേൽ അവയിട്ടപ്പോൾ വ്യാധികൾ അവരെ വിട്ടുമാറി, ദുരാത്മാക്കൾ പുറപ്പെട്ടു പോയി. നമുക്ക് സംശയമുണ്ടാകാം, ഇതുപോലെ ഇന്നും പ്രാർത്ഥിച്ച വെള്ളം, തൂവാല, പേപ്പർ ഇതൊക്കെ അത്ഭുത രോഗശാന്തി നൽകും എന്ന് വിശ്വസിക്കുന്നവരുണ്ടല്ലോ. പണസമ്പാദന മാർഗം എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വസ്തുക്കൾക്കൊന്നും ഒരത്ഭുതം നടത്താൻ കഴിയുകയില്ല. മറിച്ച് ശക്തി പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. യേശുവിൽ വിശ്വസിക്കുക. ദൈവം ഓരോ കാലത്തും തൻ്റെ മഹത്വത്തിന് വേണ്ടി പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടത്തും. അത് ഇന്നും ചെയ്യുവാൻ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുക. ഇതിനു മുമ്പ് 13 അധ്യായത്തിൽ ഏലിമാസ് എന്നൊരുവരെ പൗലോസ് നേരിട്ടതായി കാണാം. 16 അധ്യായത്തിൽ ദുരാത്മാവ് ബാധിച്ചൊരു ബാല്യക്കാരിയും നേരിട്ടു. എന്നാൽ ഇവിടെ ക്ഷുദ്രപ്രയോഗം നടത്തുന്ന ചിലരെയാണ് പൗലോസിന് നേരിടേണ്ടി വന്നത്. പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവർത്തികൾ ആ പട്ടണത്തിൽ നടന്നത് കാരണം ആ മന്ത്രവാദികൾക്ക് അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. കാരണം അവരൊക്കെ ചെയ്തിരുന്നത് മനുഷ്യരെ കബളിപ്പിക്കുന്ന സാധാരണ ചെപ്പടി വിദ്യകളായിരുന്നു. എന്നാൽ പൗലോസിന്റെ അത്ഭുതങ്ങൾ അസാധാരണമായിരുന്നു എന്നാണ് ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നത്. മന്ത്രവാദികൾക്കോ അവരെ പരിശീലിപ്പിച്ചവർക്കോ ഇതൊന്നും ചെയ്യാൻ ഒരു കാലത്തും കഴിയുകയുമില്ല. മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന് 7 പുത്രന്മാരുണ്ടായിരുന്നു. ഇവർ പൗലോസിന്റെ കഴിവുകളിൽ ആകൃഷ്ടരായി. യഥാർത്ഥത്തിൽ സ്കേവ ഒരു മഹാപുരോഹിതനായിരുന്നു എന്നതിന് തെളിവില്ല. വ്യാജ ഡോക്ടർമാരെ പോലെ വ്യാജ പുരോഹിതനാകാനാണ് സാധ്യത. കൃത്രിമമായി പേരുണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിനനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കണം. നല്ല വൃക്ഷവും ചീത്ത വൃക്ഷവും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അതിന്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. 7 മക്കൾ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായിരുന്നു എന്ന് വായിക്കുന്നു. അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന ഒരു രീതി പുതിയ നിയമ കാലയളവിൽ ഉണ്ടായിരുന്നു. ഇന്നും കൊതിക്ക് ഓതുന്നവർ, പ്രാണിവിഷത്തിന് ഓതുന്നവർ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ക്രിസ്ത്യാനികൾ പോലും ഇതൊക്കെ ചെയ്തു വരുന്നു എന്നതിൽ നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഈ 7 പേർ വാസ്തവത്തിൽ വഞ്ചകന്മാരായിരുന്നു. കാരണം അവർ ദേശാന്തരികളായി നടക്കുന്നവരായിരുന്നു. ധനസമ്പാദത്തിനായി എവിടെയും പോകുന്നവർ, ഒരു സ്ഥിരമായ പാർപ്പില്ലാത്തവർ. അങ്ങനെ താമസിക്കുന്നത് അവർക്ക് അപകടമായതിനാൽ തന്നെ പുതിയ മേച്ചിൽപ്പുറത്തേക്ക് ഓരോ ദിവസവും പോകുന്നു. പൗലോസ് ചെയ്യുന്നത് കണ്ട് പൗലോസിന്റെ വാക്കുകൾ അവർ കടമെടുത്തു. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്നൊക്കെയാണ് അവർ അശുദ്ധാത്മാക്കളോട് പറഞ്ഞത്. നമുക്കറിയാം, യേശുവിന്റെ ശുശ്രൂഷാ കാലത്ത് യേശുവിനെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചത് അശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യനാണ്. അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു, യേശു ആരാണെന്ന്. ഇവിടെ ദുരാത്മാവ് അവരോട് പറയുകയാണ്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആര്? യഥാർത്ഥത്തിൽ ഇവർ ആരാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. പുരോഹിത കുടുംബത്തിൽ, അതായത് ലേവി ഗോത്രത്തിൽ പിറന്ന ഇവർ വഴിയരികെ സഞ്ചാരികളായി ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു. എന്നാൽ തങ്ങളുടെ പ്രവൃത്തികൾ പരാജയപ്പെട്ടതിനാലാണ് ഇവർ പൗലോസിന്റെ വാക്കുകൾ അല്ലെങ്കിൽ രീതികൾ കടമെടുത്തത്. എക്കാലത്തും ഈ കൂട്ടർ കാപട്യം കാണിക്കുന്നവരാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അവരെ പോലെ സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അന്യഭാഷ പോലും പറയുന്നു. എന്തിന്? ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ശക്തിയില്ലാത്തത് കൊണ്ടാണോ അശുദ്ധാത്മാവ് അങ്ങനെ ചോദിച്ചത്? ഒരിക്കലുമല്ല. യേശുവിന്റെ നാമം വൃഥാ ഉപയോഗിച്ചവരാണ് സ്കേവയുടെ 7 മക്കൾ. അവർ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചില്ല.
എന്നാൽ തങ്ങളുടെ ലാഭത്തിന് വേണ്ടി ആ നാമം ഉപയോഗിക്കുന്നതിൽ ഒട്ടും മടി കാണിച്ചതുമില്ല. ഇന്നും ഇങ്ങനെയുള്ളവരുണ്ട്. ഏതാത്മാവിലാണ് അവരിതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ഉപായികളായി അവർ രംഗത്തുണ്ട്. വഞ്ചകന്മാരാണിത്. ഇന്ന് ജനത്തെ അവർ കബളിപ്പിക്കുകയാണ്. യഥാർത്ഥമായി വചനം പഠിച്ചവർക്ക്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്ക് മാത്രമേ ഇവരെ വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങളിൽ യേശു തന്നെ പറയുന്നുണ്ട്, സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ദുരാത്മാവ് 7 പേരിലേക്ക് ചാടി വീണു, അവരെ കീഴടക്കി ജയിച്ചു. നഗ്നരും മുറിവേറ്റവരുമായി അവർ ഓടിപ്പോയി. തങ്ങളുടെ മാനം, പദവി, പേര്, പണം എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ദുഷ്ടാത്മാവ് യൗവനക്കാരായ 7 പേരെ എത്ര വേഗത്തിലാണ് കീഴടക്കി ജയിച്ചതെന്ന് നോക്കൂ. ഇത് കേട്ടവർക്കൊക്കെയും ഭയം തട്ടി. അവരുടെ ഇടയിൽ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. അനേകർ യേശുവിൽ വിശ്വസിക്കാൻ കാരണമായി. അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടു. ക്ഷുദ്രപ്രയോഗം ചെയ്തവർ പലരും അവരുടെ വിലയേറിയ പുസ്തകങ്ങൾ എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. 50,000 വെള്ളിക്കാശ് വരെയുള്ള പുസ്തകങ്ങളെ കത്തിച്ചു കളഞ്ഞ് സർവ്വലോകത്തിൻ്റെയും ഉടയവനായ യേശുവിനെ അവർ സൗജന്യമായി സ്വീകരിച്ചു. പ്രിയ ദൈവപൈതലേ, ഇതുപോലെ പിശാചിന് അവകാശമുള്ളത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തു വരുന്നവരാണോ? മാനസാന്തരപ്പെടുക. ഇങ്ങനെ ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സത്യം. പൗലോസിലൂടെ നടന്ന അസാധാരണമായ വീര്യപ്രവർത്തികൾ ഒരു കൂട്ടം ജനത്തിന്റെ വിടുതലിനും മറ്റൊരു കൂട്ടം ജനത്തിന്റെ മാനസാന്തരത്തിനും കാരണമായി മാറി. ആയതിനാൽ സത്യദൈവത്തെ ആശ്രയിച്ച് ജീവിതയാത്ര തുടരുവാൻ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.